വേമ്പനാട്ട് കായൽ നീന്തിക്കടന്ന് തൻ്റെ പ്രതികൂലമായ ശാരീരികാവസ്ഥയിലും വേമ്പനാട്ട് കായൽ നീന്തിക്കടന്ന് രതീഷുമായിട്ട് നമുക്കെല്ലാം സംവദിക്കാം. നമസ്കാരം. നമസ്കാരം. എന്നായിരുന്നു വേമ്പനാട്ട് കായൽ നീന്തിക്കടന്നത്? കഴിഞ്ഞ 4-ാം തീയതി. എങ്ങനെയുണ്ടായിരുന്നു? വളരെ മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു. ശ്രീ സജി വാളശ്ശേരി സാറ് 22 ദിവസം കൊണ്ടാണ് എന്നെ നീന്തൽ പഠിപ്പിച്ചത്. ഓക്കെ. 22-ാം ദിവസം നമുക്ക് ആലുവ പെരിയാർ 1.5 കിലോമീറ്റർ ക്രോസ് ചെയ്യാൻ പറ്റി. അതിനുശേഷമായിരുന്നു വേമ്പനാട്ട് കായലിന് സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ്ങിന് ശേഷം 2 മണിക്കൂർ കൊണ്ട് വേമ്പനാട്ട് കായൽ കുറുകെ നീന്തി ക്രോസ് ചെയ്തു. അത് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? 300. അത് 2 മണിക്കൂർ കൊണ്ട് നീന്തി കയറിയതിനു ശേഷം ആത്മവിശ്വാസം കൂടിയോ? തീർച്ചയായും. കാരണം നീന്തൽ പഠിക്കുമ്പോൾ തന്നെ സാറ് തന്ന ബലത്തിലാണ്. സജി വാളശ്ശേരി സാറ് പറയുന്ന പോലെ നീന്താൻ കയ്യോ കാലോ വേണ്ട, എല്ലാവർക്കും ഇത് സാധ്യമാകും, ഇതിന് മനസ്സിൻ്റെ ധൈര്യമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് സാർ എന്നെ പഠിപ്പിച്ചത്. ആ ധൈര്യം തന്നെയായിരുന്നു പിന്നെയും മുന്നോട്ടുള്ള എല്ലാ നീന്തലിനും പ്രയോജനമായത്. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളുമായിട്ട് പോകുന്നുണ്ടോ? തീർച്ചയായും. ഇന്നിപ്പോൾ നമ്മൾ മഴക്കാലം നീന്തൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനകത്തുണ്ട് കൂടുതൽ ദൂരം നീന്തുക തന്നെയാണ് അടുത്ത ലക്ഷ്യം. എന്താ ചെയ്യുന്നത് രതീഷ്? ഞാൻ ആർട്ടിസ്റ്റാണ്. ഏത് മേഖലയിലാണ്? ചിത്രരചനയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഞാൻ ചിത്രരചന ഫീൽഡിലുണ്ട്. പോർട്രേറ്റുകൾ വരയ്ക്കും, ആൾക്കാർക്ക് പെയിന്റിങ്സ് ചെയ്യും, അങ്ങനെയാണ് ചെയ്യുന്നത്. എവിടെയാണ് സ്വദേശം? കോട്ടപ്പുറം പഞ്ചായത്ത്, ആലങ്ങാട്, കോട്ടപ്പുറം. ഓക്കെ, താങ്ക് യു.